അപ്പോൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ജയേഷ് പൂക്കോട്ടൂർ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് സെമി ആയിരിക്കും, അതുപോലെ സൗത്ത് ആഫ്രിക്ക വേഴ്സസ് ന്യൂസിലാൻഡ് സെമി ആയിരിക്കും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള പ്രതീക്ഷകൾ? തീർച്ചയായിട്ടും അതിൻ്റെ പ്രിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വലിയ സന്തോഷം. കാരണം കഴിഞ്ഞ നമ്മുടെ ടാക്ടിക്സിൻ്റെ അടിയിൽ വലിയ രീതിയിൽ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഹാരിസ് എവിടെ, MSK എവിടെ. അതിലൊരു കമൻ്റ് എനിക്ക് ഓർമ്മയുണ്ട്, ആരിട്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. അത്തിപ്പഴം പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞ പോലെയാണ് സഞ്ജു ഒന്ന് ഫോമായപ്പോൾ MSK കാണാനില്ല എന്നായിരുന്നു അതിലൊരു കമൻറ്റ്. എവിടെ പോയതായിരുന്നു MSK? ഞാൻ കഴിഞ്ഞ 2 ദിവസം ഒന്ന് മാറി നിൽക്കുകയായിരുന്നു. ഇതിന് പിന്നെ ഏറ്റവും സന്തോഷമുള്ളൊരു സമയമായിരുന്നു. കാരണം പിന്നെ സഞ്ജു, നമ്മൾ ആ തുടക്കം മുതലേ പലപ്പോഴും സഞ്ജുവിനെ അനുകൂലിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ PR ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആക്ച്വലി സഞ്ജുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് സ്റ്റൈല് തന്നെയാണ് ഞാൻ അത്രയും അദ്ദേഹത്തിന് വേണ്ടി ബെറ്റ് വെക്കാനുള്ള കാരണം. ഇപ്പോൾ രോഹിത് ശർമ്മയിൽ നമ്മൾ കാണുന്നൊരു എലഗൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു നല്ല ബാറ്റ്സ്മാനെ എപ്പോഴും നിർണ്ണയിക്കുന്നത് റൺസ് എടുക്കുന്നതിനുള്ള ഒരു അനായാസതയായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ കോപ്പി ബുക്ക് ശൈലിയോടുകൂടി അദ്ദേഹം പിന്നെ ബാറ്റ് ചെയ്യുന്നു എന്നതായിരിക്കാം. അതൊക്കെയാണ് ഒരു നല്ല ബാറ്റ്സ്മാൻ്റെ ഗുണങ്ങൾ. അങ്ങനെ ബാറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം നോക്കുമ്പോൾ ഒരു വിവിയൻ റിച്ചാർഡ്സ് അതേ രൂപത്തിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു എലഗൻസോട് കൂടി ബാറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു അഗ്രസീവ് സ്റ്റൈലിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ റൺസ് അനായാസമായിട്ട് റൺസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ സച്ചിൻ ടെണ്ടുൽക്കർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ബ്രയാൻ ലാറ അതിനൊരു ഉദാഹരണമാണ്. 2000-ന് ശേഷം എടുക്കുകയാണെങ്കിൽ 2000-ന് ശേഷം എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു AB ഡിവില്ലിയേഴ്സിനെയൊക്കെ നമ്മൾ ആ ഗണത്തിൽപ്പെടുത്താറുണ്ട്. ഇപ്പോൾ രോഹിത് ശർമ്മയെ ആ ഗണത്തിൽപ്പെടുത്താറുണ്ട്, വിരാട് കോഹ്ലിയെ ആ ഗണത്തിൽപ്പെടുത്താറുണ്ട്. റൺസ് എത്രയും അനായാസതയോടുകൂടി ഈ സഞ്ജു കഴിഞ്ഞ 10 വർഷമായിട്ട് എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോഴും കരുതുന്നത് രോഹിത് ശർമ്മ മാറുന്ന സമയത്ത് ODI ടീമിലേക്കും സഞ്ജുവിനൊരു ഡയറക്റ്റ് എൻട്രി കൊടുക്കണം എന്ന് തന്നെയാണ്. കാരണം ഈ 10 വർഷം സഞ്ജു ഏകദിന മത്സരത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൽ സ്ഥിരമാവാത്തതിനുള്ളൊരു കാരണം രോഹിത് ശർമ്മയെ പോലുള്ള ഒരു ജയന്റ് അവിടെ ഉള്ളത് കൊണ്ടാണ്. രോഹിത് ശർമ്മയുടെ നേട്ടങ്ങളൊന്നും ഒരു തരത്തിലും നമ്മൾ മാനിക്കാതിരിക്കുന്നില്ല. അദ്ദേഹം ഏറ്റവും മികച്ചൊരു ബാറ്റ്സ്മാനാണ്. എങ്കിൽ കൂടിയും അങ്ങനെ ഒരാൾ ഉള്ളതിൻ്റെ ഒരു പ്രശ്നം, അങ്ങനെ ഒരാൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് സഞ്ജുവിന് പിന്നെ ഇന്ത്യൻ ടീമിൽ അവസരം ലഭിക്കാതിരുന്നതെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. സഞ്ജു ഫോമിലേക്ക് എത്തി എന്നുള്ളതും അദ്ദേഹം ആ 97 റൺസോട് കൂടി വിജയത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആവേശമുള്ള കാര്യമാണ്. ചില 97 റൺസുകൾക്ക് സെഞ്ചുറിയേക്കാൾ വിലയുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഹാരിസ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ ഗൗതം ഗംഭീറും ഇതേപോലെ ഒരു 97 റൺസ് 2011 ലോകകപ്പിൽ നേടിയിട്ടുണ്ട്. അപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാത്രമല്ല, ഇന്നിങ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഈ ഗെയിം പഠിച്ചിട്ടാണ് കളിക്കുന്നത് എന്നുള്ളതാണ്.